ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. അധ്യാപനത്തോടൊപ്പം അതിമികവുറ്റ രീതിയിൽ ഒരു പൂന്തോട്ടത്തെ പരിചരിച്ച് കൊണ്ടുപോകുന്ന ഒരു ടീച്ചറുടെ വീട്ടിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. വീടിൻ്റെ മുറ്റത്തൊരു പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഭംഗിയാണ്. അതിലപ്പുറം തൻ്റെ കലാപരമായ സൃഷ്ടികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭംഗിയാക്കി ഒരു പൂന്തോട്ടം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. അത്തരത്തിൽ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഗാർഡനാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിലെ കുളത്തൂർ എന്ന പ്രദേശത്താണ് ഈ വീട്. കുളത്തൂർ ഇർഷാദിയ സ്കൂൾ അധ്യാപികയായ ഉമൈബ ടീച്ചറാണ് ഈ മനോഹരമായ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. പൂക്കളുടെ ഭംഗി കൊണ്ട് പൂന്തോട്ടത്തെ അതിമനോഹരമാക്കി നിർത്തുന്ന ബോഗൻവില്ല ചെടികളാണ് ഈ വീടിൻ്റെ എൻട്രൻസിൻ്റെ ഒരു വശത്ത് മുഴുവനായിട്ട് നിറച്ചു വച്ചിരിക്കുന്നത്. ഇതിലെ പൂക്കളുടെ അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു ചെടിയെ മികവുറ്റതാക്കി നിർത്തുന്നത്. ഈ ചെടികളിൽ പൂക്കൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നല്ല വെയിൽ ചൂട് കൂടുന്നതിനനുസരിച്ചാണ് ഇതിലെ പൂക്കളും നന്നായിട്ട് വിരിഞ്ഞു തുടങ്ങുന്നത്. നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുലകുത്തി പൂക്കൾ ഈ ബോഗൺവില്ല ചെടികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ജരബറ ചെടികളുടെ കുഞ്ഞു തൈകൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലൊക്കെ പൂക്കൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. കണ്ടോ, ചെറിയ മൊട്ടുകളൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ജരബറയിലെയും പൂക്കളാണ്, നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ വന്നു തുടങ്ങുക. നല്ല കെയറിങ് കൊടുത്തെങ്കിൽ നല്ല രീതിയിലുള്ള പൂക്കൾ തരുന്ന ചെടിയാണ് ജരബറ. വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ ജരബറ ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ വീടിൻ്റെ എൻട്രൻസിൻ്റെ മറ്റൊരു വശം മുഴുവനായിട്ട് ടേർട്ടിൽ വൈൻ എവർഗ്രീൻ ഹാങ് ചെയ്തിരിക്കുകയും അതുപോലെ മറ്റൊരുപാട് വെറൈറ്റി ചെടികൾ താഴെ സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും കാണാൻ പറ്റും. ഇത് ഫ്ലെയിം വയലറ്റ്, അടിപൊളി ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഇത് നിറയെ വന്നു നിൽക്കും. ആ ലീഫിൻ്റെ കളറും അതോടൊപ്പം അതിലെ ഫ്ലവറും കൂടെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു പ്ലാന്റാണ്. കൊളീസ് പ്ലാന്റ്സിൻ്റെ നല്ലൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഇലയുടെ ഭംഗി കൊണ്ട് അട്രാക്റ്റീവായിരിക്കുന്ന മറ്റൊരു പ്ലാന്റാണ് കോളീസ് പ്ലാന്റ്. ഇത് ഫ്ലെയിം വയലറ്റിൻ്റെ മറ്റൊരു വെറൈറ്റി. ഗ്രീനിൽ റെഡ് ഫ്ലവേഴ്സ് നല്ല ഭംഗിയാണ്. അതോടൊപ്പം അതിലെ ലീവ്സിലൊക്കെ ഒരു വൈറ്റ് നോസുകളും കാണാൻ സാധിക്കും. ഇത് ഫിറ്റോണിയ പ്ലാന്റ്, നർവ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് വെച്ചിരിക്കുന്ന പോട്ട് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു വരുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ് ഫിറ്റോണിയ. ചെടിച്ചട്ടികൾ മാത്രമല്ല, വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കപ്പും പാട്ടയും ഒക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ഭംഗിയാക്കി ചെടികൾ വെക്കാമെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. പെയിൻറ്റിൻ്റെ കപ്പുകളാണ് നല്ല ഡിസൈൻ ചെയ്ത് നല്ല പോട്ടുകളാക്കി മാറ്റിയിരിക്കുന്നത്. ഇത് ക്രീപ്പിംഗ് ചാർലി, പൊതിന ലീവ്സിൻ്റെയൊക്കെ ഷേപ്പിലാണ് ഇതിൻ്റെ ലീവ്സൊക്കെ വരുന്നത്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. നല്ല തിക്കായിട്ട് തന്നെ പോട്ട് നിറഞ്ഞു വരും ഈ പ്ലാന്റ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ഓർക്കിഡുകളുടെ വലിയൊരു ശേഖരം തന്നെ ഉണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ്, നല്ല വെറൈറ്റി കളക്ഷൻസ് തന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ചട്ടിയിലും ഇഷ്ടം പോലെ തന്നെ അതിൻ്റെ തൈകൾ വന്നിട്ട് നല്ല നിറഞ്ഞു നിൽക്കുന്ന പോട്ടുകളാണ് ഓരോ പോട്ടുകളും. നല്ല വെറൈറ്റി കളേഴ്സ് ഫ്ലവേഴ്സും നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റ്. വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് തന്നെ ഫ്ലവർ ചെയ്തു വരുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു വശത്ത് കംപ്ലീറ്റ് ആയിട്ട് പുതിയ ഓർക്കിഡ് പ്ലാന്റ്സുകൾ പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഓരോ ചട്ടിയിലും ഒരു തൈ വീതമാണ് ഇവിടെ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു തൈകൾ വെച്ച് പ്ലാന്റ് ചെയ്തതാണ് അപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടതുപോലെ തിക്കായിട്ട് ഓരോ ചട്ടിയിലും നിറഞ്ഞു നിൽക്കുന്ന ഓർക്കിഡ് പ്ലാന്റ്സ് കണ്ടത്. ഈ ഗാർഡനിലെ മറ്റൊരു പ്രത്യേകത ഒരേ തരത്തിലുള്ള പ്ലാന്റ്സുകളാണ് ഒരേ വശത്തായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരേ പ്ലാന്റ്സുകൾ ഒരു വശത്ത് ഒരുമിച്ച് വെക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. അത് ഗാർഡനെ നല്ലൊരു രീതിയിൽ തന്നെ അട്രാക്റ്റീവാക്കി മാറ്റുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്ത് പല രീതിയിൽ അവിടെ എവിടെയായി ചെടികൾ വെക്കുന്നതിനേക്കാൾ അത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓരോ പ്ലാന്റിനും അതിനനുസരിച്ചിട്ടുള്ള പോട്ടുകൾ തന്നെ സെറ്റ് ചെയ്തത് നമുക്ക് കാണാം. ഈ പോട്ടുകളൊക്കെ ഇവർ തയ്യാറാക്കി എടുത്തതാണ്. ഇവിടുത്തെ ഉമ്മയാണ് ഈ ചട്ടികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഗാർഡനിൽ ഏറ്റവും അധികം എന്നെ അട്രാക്റ്റ് ചെയ്തൊരു പ്ലാന്റാണ് ഈ ഫെയറി കാസ്റ്റൽ. വല്ലാത്തൊരു ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ. അഡീനിയം പ്ലാന്റ്സുകളൊക്കെ മൊട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. നല്ല വെയിൽ വരുമ്പോഴാണ് ഈ ഒരു പ്ലാന്റ് പൂവിട്ട് തുടങ്ങുന്നത്. ഈ റൗണ്ട് ഷേപ്പിലുള്ള ചട്ടികളൊക്കെ ഇവിടെ തയ്യാറാക്കിയെടുത്താണ്. അതുപോലെ അഡീനിയം പ്ലാന്റിൻ്റെ തൈകളും ഇവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് പ്ലാന്റ്സ് വെറൈറ്റി കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവരുടെ അടുത്തുള്ള പ്ലാന്റ്സുകളൊക്കെ ഇവർ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ടുപോകാം. കുളത്തൂർ പ്രദേശത്തുള്ളവരാണെങ്കിൽ അവർക്ക് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ഇവരുടെ വീട്. പുറത്തേക്കൊന്നും ഇപ്പോൾ സെയിലില്ല. ഈ പ്രദേശത്തുള്ളവർക്ക് ഇവിടെ വന്ന് പ്ലാന്റ്സ് വാങ്ങിക്കാം. ഈ പോട്ടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. നമ്മൾ വീട്ടിൽ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഇതൊക്കെ വേസ്റ്റാക്കി നമ്മൾ കളയുന്ന സമയത്ത് അതിനൊക്കെ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെടികൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓരോ പ്ലാന്റ്സും അതിനനുസരിച്ച് തന്നെ പോട്ടുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ആ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേക ഭംഗി എടുത്ത് കാണിക്കുന്നത്. ബോർഡർ ഗ്രാസൊക്കെ ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന പോട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കിവിടെ കാണാം. ടേർട്ടിൽ വൈൻ്റെ വലിയ പ്ലാന്റ്സുകൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് ഹാങ് ചെയ്തിരുന്ന പോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ സെയിൽ ചെയ്തതാണ്. ഇപ്പോൾ പുതിയ പോട്ടുകൾ റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് ഇരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഹാങ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇത് സിങ്കോണിയം പ്ലാന്റ്. സിങ്കോണിയം പ്ലാന്റിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. ഒക്കെ നല്ല തിക്കായിട്ട് ലഷായിട്ട് നിൽക്കുന്ന നല്ല പ്ലാന്റ്സുകളാണ്. ചാണകപ്പൊടി തന്നെയാണ് ഇവർ മെയിനായിട്ട് ചെടികൾക്ക് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ജൈവവളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്ലാന്റ്സും ഇതുപോലെ നല്ല ലഷായിട്ട് വരുന്നത് നമുക്ക് കാണാം. ഇത് കണ്ടോ, ഈ ഒരു മണി പ്ലാന്റിനെ നല്ല രീതിയിലാണ് ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് വിട്ടിരിക്കുന്നത്. സൈക്കിൾ ടയറിലാണ് ഈ ഒരു പ്ലാന്റ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻജോയ് പോത്തേഴ്സ് വളരെ ഭംഗിയായിട്ട് തന്നെ സൈക്കിൾ ടയറിൽ ചൂടിക്കയറ് ചുറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. എഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവരുടെ അടുത്തുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ എഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറിങ്, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡായിട്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. ലിങ്ക് യൂസ് ചെയ്ത് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക.
ഇത് മോൺസ്റ്റർ അഡൻസിനായി. ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഇതുപോലെ ക്ലൈംബ് ചെയ്തിട്ട് വിടാം, അതുപോലെ ഹാങ് ചെയ്തിട്ട് മണി പ്ലാന്റൊക്കെ വെക്കുന്ന പോലെ ഹാങ് ചെയ്ത് വെക്കാം. നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു അഡൻസിനായി പ്ലാന്റ്. ഇത് കലേഡിയം പ്ലാന്റ്. കലേഡിയത്തിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ്. നല്ല ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ ലീവ്സൊക്കെ കാണാൻ. ശരിക്കും ഒരു പ്ലാസ്റ്റിക് ലുക്കൊക്കെ നമുക്ക് തോന്നും. നല്ല ഒരു ഷൈനിങ് ഒക്കെ ഉള്ള നല്ലൊരു ലീഫ്, ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന നല്ലൊരു പ്ലാന്റാണ് അത്. ഇനി നമുക്കിവിടെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സിനെ പരിചയപ്പെടാം. ഇത് എവർഗ്രീൻ ടേർട്ടിൽ വൈൻ, നല്ല ലഷായിട്ട് തന്നെ വരുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും സുലഭമായിട്ട് കാണുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. കുറച്ചെങ്കിലും ഗാർഡൻ ചെയ്യുന്നവരുടെ അടുത്ത് എല്ലായിടത്തും ഉണ്ടാവും ഈ ഒരു ടേർട്ടിൽ വൈൻ. ഇത് ബൂസ്റ്റൺ ഫേൺ ആണ് എന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്കിതിൻ്റെ പേരറിയില്ല. ഈ ഒരു ഫേൺ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് നിയോൺ പോത്തോസ്. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ചൂടിക്കയറ് ചുറ്റിയിട്ട് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഐഡിയകളൊക്കെ നമുക്കൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ചൂടിക്കയറ് മറ്റെന്തെങ്കിലും ഒരു കയറ് വെച്ചിട്ട് നമുക്ക് ചുറ്റിയിട്ട് ഇതിനെ ഹാങ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒരു ത്രെഡിൽ മാത്രമാണ് ഇത് ഹാങ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ത്രെഡ് വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ ഭംഗി നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് ഡിഷിഡിയയുടെ ഒരു വെറൈറ്റിയാണ്. ഡിഷിഡിയ പ്ലാന്റ് ഇത്തിരി സ്ലോ ആണ് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെറിയ അറ്റം നമ്മൾ മുറിച്ച് വെച്ച് കൊടുത്താൽ മതി പ്ലാന്റ് ചെയ്യാൻ. പക്ഷേ ഇത്തിരി ടൈം എടുത്തിട്ടാണ് ഇത് ഗ്രോത്ത് ആയിട്ട് വരിക. ഒരു പ്ലാന്റ് തന്നെ ഏകദേശം 1 വർഷമായിട്ടുണ്ട് വെച്ചിട്ട്. ഈ ഗാർഡനിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു സംഭവം, പുട്ടുകുറ്റിയിലാണ് ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗാർഡനിൽ പുട്ടുകുറ്റി പോലും വേസ്റ്റ് അല്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത്. ഇനി നമുക്ക് ഈ ഗാർഡനിൽ മറ്റൊരു സംഭവത്തെ പരിചയപ്പെടാം. ഇതൊരു ഫേണാണ്. ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് ഫസ്റ്റായിട്ടാണ് കാണുന്നത്. ഇതൊരു തേങ്ങയുടെ ചവിരി എന്താ പറയുക, അതന്നല്ലേ, ആ സംഭവത്തിലാണിത് വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സംഭവം കണ്ടോ, ആ ഒരു ഫേണിൻ്റെ ഒരു ബാക്ക് സൈഡിൽ നിന്ന് അതിൻ്റെ വേരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ലീഫ് പോലൊരു സംഭവം വന്നിട്ട് ആ തേങ്ങേൻ്റെ ചവിരിയിൽ കംപ്ലീറ്റ് അത് പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ വെച്ച സംഭവമായിരുന്നു അത്. പക്ഷേ അത് ഇത്ര വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഇതുപോലെ കണ്ടോ, ഇവിടെ ചെറിയൊരു പച്ച വരുന്ന ആ സംഭവം ഇങ്ങനെ കംപ്ലീറ്റ് വലുതായിട്ട് വന്നിട്ട് ഈ തേങ്ങേൻ്റെ മുകളിൽ കംപ്ലീറ്റ് അത് ഇങ്ങനെ പൊതിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഷേപ്പിലേക്ക് ആ ഒരു പ്ലാന്റ് മാറി വരികയാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫേണാണത്. പിന്നെ എനിക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് തോന്നിയ മറ്റൊരു സംഭവം, നമ്മൾ വീടിൻ്റെ ഷീറ്റൊക്കെ ഇടുന്ന കമ്പി ഉണ്ടല്ലോ, ഷീറ്റിൻ്റെ കാല്, ആ ഒരു കാലിനെ പോലും വെറുതെ വിട്ടിട്ടില്ല നമുക്കിവിടെ കാണാം. ഷീറ്റിന് കൊടുത്തിരിക്കുന്ന ഈ തൂണിലാണ് ഫുള്ളായിട്ട് ചൂടിക്കാരെ ചുറ്റിയിട്ട് അതിൻ്റെ അടിയിൽ മാർബിൾ പോത്തോസും പിന്നെ അതിൽ ഒരുപാട് ഓർക്കിഡിൻ്റെ പോട്ടുകളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ സൈക്കിളിൻ്റെ ടയറിലാണ് ഈ ഒരു പ്ലാന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇനിയും നമുക്ക് ഒരുപാട് പ്ലാന്റ്സിനെ പരിചയപ്പെടാനുണ്ട്. പക്ഷേ ഈ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടിപ്പോയതുകൊണ്ട് ഞാനിത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്കിത് സെക്കൻഡ് പാർട്ടിലൂടെ ഇതിൻ്റെ ബാക്കി ഭാഗം കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.